ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വന്ദന മോള് വന്നല്ലോ. മോള് പറ, നീയും ജഗനും കൂടി വർഷ അന്വേഷിച്ചു പോകുന്നതിന് മുൻപ് അവള് വന്നു അല്ലേ? അവള് വന്നില്ലേ? ആ സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതല്ലേ? നീ എവിടെയാ? ഞാൻ വീട്ടിലാ. ഫ്രീ ആണോ? നിനക്കെന്താ പരിപാടി? അതാദ്യം പറ. അത് കൊള്ളാം. ചോദ്യത്തിന് മറു ചോദ്യമാണോ ഉത്തരം? അല്ല, നിന്റെ അമ്മ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞത് നീ അധിക സമയവും ധ്യാനത്തിലും മെഡിറ്റേഷനിലും ഒക്കെ ആണെന്നാണല്ലോ. നീ ഇപ്പൊ ചിരിക്കല്ലേ? അത് കൊള്ളല്ലോ. അവിടെ ഇരിക്കുന്ന നിനക്ക് ഞാൻ ചിരിക്കുന്നു എങ്ങനെ അറിയാം? അതാണ് ദേവിക. കൊള്ളാം. ദേവികയെ കണ്ടത് മുതല് എന്റെ മൗനവ്രതത്തിന്റെ ആയുസ് കുറഞ്ഞു എന്നാ അച്ഛന്റെ അമ്മയുടെ അഭിപ്രായം. മൗനവ്രതത്തിന്റെ ആയുസ് കുറഞ്ഞെങ്കിൽ എനിക്കിനി ധൈര്യമായിട്ട് സംസാരിക്കാലോ. നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ? സോറി ദേവിക, ഇന്ന് കാണാൻ പറ്റില്ല. അത്യാവശ്യം ചില പരിപാടികളൊക്കെ ഉണ്ട്. ഓഹോ, അങ്ങനെയാണോ? വെറുതെ മോഹിച്ചു. അത് പോട്ടെ. അല്ല, ഇനി എന്നെ ഒഴിവാക്കാൻ നീ വെറുതെ പറയുന്നതാണോ? പഴയ കാമുകി വർഷയെ കാണുന്ന ഏർപ്പാട് വല്ലതുണ്ടോ? കുട്ടി, പെണ്ണിന്റെ കുശുമ്പും കുന്നായ്മയൊന്നും എന്നോട് വേണ്ട. കല്യാണം ഒന്ന് കഴിയട്ടെ, എല്ലാം കൂടി ഞാൻ തരുന്നുണ്ട്. എന്നാ ശരിയടാ, നിന്റെ പ്രോഗ്രാം ഒക്കെ കഴിയുമ്പോ വിളിച്ചാ മതി. ഓക്കെ? അവനെ വിളിക്ക്. മോനെ ശ്യാം, എന്താടാ ദേവികയുടെ ഫോട്ടോ കണ്ടിട്ട് മതിയായില്ലേ നിനക്ക്? അയ്യോ, ഞാൻ ഫോട്ടോ കണ്ടോണ്ടിരുന്നൊന്നും അല്ലമ്മേ. മറ്റെന്തോ തെരഞ്ഞ കൂട്ടത്തില് ഈ ഫോട്ടോ അബദ്ധത്തില്. അതായത് അബദ്ധത്തിൽ അവൻ അങ്ങനെ ഫോട്ടോ തെരഞ്ഞോണ്ടിരുന്നപ്പോ അറിയാതെ ദേവികയുടെ ഫോട്ടോ ഒന്ന് കേറി വന്നു. അല്ലടാ മോനെ? അല്ല, നീ ആരോടാ സംസാരിക്കുന്നത് കേട്ടല്ലോ? ആരോടാ? ദേവികയോടാ സംസാരിച്ചത്. അവളിങ്ങോട്ട് വിളിച്ചായിരുന്നു. നന്നായി. ഒരു ചോദ്യം ചോദിച്ച ഒന്ന് മൂളി കിട്ടണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കുന്ന ശ്യാമ ഇപ്പതേ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മര്യാദയ്ക്ക് ഉത്തരം പറയാൻ പഠിച്ചു അവൻ. എന്തായാലും നമ്മുടെ മോന് നല്ല മാറ്റമുണ്ട്. ഉണ്ടാവണല്ലോ. ഇനി കുടുംബം ഭരിക്കേണ്ട കാരണവരല്ലേ? കാരണവരോ? അതെ, നിന്റെ വിവാഹത്തിന് മുമ്പ് തന്നെ കോവിലകം വക എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിൽ വ്യവസ്ഥ ചെയ്തു തരാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. മോനെ, ഇനിയുള്ള കാലം ഓടി നടന്ന് തറവാട്ട് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള പ്രാപ്തി ഞങ്ങൾക്കില്ല. ഒരു റിട്ടയർമെന്റ് വേണ്ടേ? ഇനി മുന്നോട്ടുള്ള കാലം സ്വസ്ഥമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കണം. അപ്പൊ എന്താ ചെയ്യാ? തറവാട്ട് ഭരണം മകനും മരുമകളും കൂടി ചേർന്നങ്ങ് നടത്താം. അച്ഛനും അമ്മയ്ക്ക് എത്ര കാലം വേണമെങ്കിലും വിശ്രമിക്കാം. തറവാട്ട് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കി നടത്തിക്കൊള്ളാം. പക്ഷേ ഒന്നും എന്റെ പേരിൽ എഴുതി എന്നെ കാരണവരാക്കരുത്. ചാരുകസരെ കിടന്നുള്ള ശ്യാമേ, സംഗീതേ, ശങ്കര, ഗോവിന്ദ എന്നൊക്കെയുള്ള വിളികള് തറവാട്ടിൽ എന്നും മുഴങ്ങണം.
ആ സ്ഥാനത്ത് ഞാൻ വിളിച്ചു കൂവിയ അതൊരു പിച്ചൗട്ടായിട്ടേ എല്ലാവർക്കും തോന്നും. അതുകൊണ്ട് കാരണവന്റെയും കാരണവത്തിയുടെയും സ്ഥാനത്ത് ആരെയും പകരം വെക്കരുത്. പ്ലീസ്, നിങ്ങൾ തന്നെ മതി. ആ, അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പോ വേറൊരു കാര്യം, കോവിലകം വക സ്വത്തിന്റെ ഒരംശമെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധം മാത്രമേ അച്ഛനുള്ളൂ. ദാ, വൃദ്ധസദനത്തിലേക്ക് നമ്മൾ പതിവായി കൊടുക്കാറുള്ള ഡൊണേഷൻ തുകയായത്. ഇത് നിന്റെ കൈകൊണ്ട് തന്നെ അങ്ങ് കൊടുക്കണം. പിന്നെ തിരക്കിന്റെ ഇടയിൽ അത് മറന്നു പോരുത്. ഇല്ല ചാ, ഞാനിതിപ്പോ തന്നെ വൃദ്ധസ്ഥാനത്തിൽ എത്തിച്ചേക്കാം. പോയി വേഗം ഡ്രസ് മാറി വാ. പൊതിയണത്? ഓ വേണ്ട ചാ. സ്വത്തിനു വേണ്ടി സ്വന്തം അച്ഛനമ്മമാരെ പോലും മക്കള് തല്ലിക്കൊല്ലുന്ന കാലമായത്. അങ്ങനെയുള്ളപ്പോ നമ്മുടെ മകൻ തന്നെയാ നമുക്ക് ഏറ്റവും വലിയ അമൂല്യമായ സ്വത്ത്. അതെ, ആ സ്വത്ത് നമ്മൾ ദേവിയേക്ക് കൂടി കൈമാറണം. അമ്മേ, മോളെ, പക്ഷേ നീ ഇതെവിടെയാ? ദേ, അമ്മ എവിടെയുണ്ട്? ഇങ്ങോട്ട് വാ മോളെ, നീ എവിടെയാ? ചന്ദ്രു, നീ ഇതാരെയാ വിളിക്കുന്നേ? വർഷം മോളെ. അമ്മയെന്ന് വിളിച്ചോണ്ട് അവളിങ്ങോട്ട് വന്നതാണല്ലോ. മോളെ, വർഷേ. ചന്ദ്രു, എല്ലാം നിന്റെ തോന്നലാ. ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല. ഇല്ല, ഞാൻ വിളി കേട്ടതാ. എന്താ ചന്ദ്രു നീ ഇങ്ങനെ? ആര് പറഞ്ഞു വന്നിട്ടില്ലെന്ന്? അവളുടെ ശബ്ദം ഞാൻ കേട്ടതാണല്ലോ. വന്ദനമോള് വന്നല്ലോ. മോള് പറ, നീയും ജഗനും കൂടി വർഷ അന്വേഷിച്ചു പോകുന്നതിന് മുൻപ് അവള് വന്നു അല്ലേ? അവള് വന്നില്ലേ? ആ സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതല്ലേ? എന്നിട്ട് എന്റെ വർഷമോൾ എവിടെ?